മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ പരീക്ഷകളൊക്കെ തുടങ്ങുകയാണ് അല്ലെ. അപ്പൊ മലയാളത്തിന്റെ A+ എങ്ങനെ ഉറപ്പിക്കാം അല്ലെ, അതിന് എന്തൊക്കെ ട്രിക്സുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ തന്ത്രങ്ങളിലൂടെയാണ് നമുക്ക് A+ലേക്ക് അല്ലെങ്കിൽ 40 മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബോർഡ് എക്സാം ഒക്കെ അല്ലെ, ഒരു പബ്ലിക് എക്സാം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്തിനാ ടെൻഷൻ ആവുന്നത് അല്ലെ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും അല്ലെ. എല്ലാം പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലെ. അത്രയും കോൺഫിഡൻസോട് കൂടെ ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യുള്ളൂ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കുള്ളൂ കേട്ടോ. അപ്പൊ യാതൊരു പേടിയുടെ ആവശ്യമില്ല. അപ്പോ മലയാളം അല്ലെ, മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ, മലയാളം സെക്കൻഡ് ആയിക്കോട്ടെ, മലയാളം പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഭയങ്കര ഭീകരമായിട്ടൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും, തല്ലകുത്തി ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചില്ലെങ്കിലും ഒന്നും മലയാളത്തിന് എന്താണ്, നമുക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് A+ അല്ല 40 മാർക്കും നമുക്ക് നേടാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ മക്കള് ഒന്ന് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെ, നമ്മുടെ SSLCയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്കും ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തല്ലേ, അവരൊന്ന് ആത്മവിശ്വാസത്തിലൊക്കെ അല്ലെ ഒന്ന് എന്ത് ചെയ്യട്ടെ, ഉഷാറൊക്കെ ആയിട്ട് വരട്ടെ അല്ലെ. അപ്പൊ നിങ്ങൾ അവർക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോ നമുക്ക് പരീക്ഷ എഴുതുന്ന, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ സമയമാണ് അല്ലെ. 1.5 മണിക്കൂർ സമയമേ നമുക്കുള്ളൂ, അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അല്ലെ. അപ്പൊ A+ എന്ന് പറയുന്ന ഒരു സ്വപ്നം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്, 1.5 മണിക്കൂർ അല്ലെ. 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ 40 മാർക്കിനുള്ളത് നമ്മൾ എഴുതി ഉണ്ടാക്കണം. മറ്റു വിഷയങ്ങളൊക്കെ നിങ്ങൾ എഴുതാറുണ്ട്, സത്യമാണ്. പക്ഷെ മലയാളം പോലെ അത്രയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോയിന്റുകളൊക്കെ എഴുതിയാൽ മതി അല്ലെ. അപ്പൊ മലയാളം എഴുതുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലെ, നമ്മൾ ഹെലോ എന്ന് മെസ്സേജ് അയക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, HLO അല്ലെ, ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമ്മൾ GM അല്ലെ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഷോർട്ടാക്കി പഠിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് ഇച്ചിരി ദീർഘമായിട്ടൊക്കെ എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പരാതി എന്താണ്, സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ചോദ്യഘടന അല്ലെ, നമുക്ക് പരീക്ഷയിൽ നമ്മളുടെ മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ നമുക്ക് 17 ചോദ്യങ്ങളാണ് കേട്ടോ. എത്ര ചോദ്യങ്ങളാണെടാ, 17ഓളം ചോദ്യങ്ങളാണ് നമുക്ക് മലയാളത്തിൽ നമുക്ക് ഉണ്ടാവുക കേട്ടോ. 17 ചോദ്യങ്ങൾ. അപ്പൊ അതിന്റെ ഘടന എന്ന് പറയുന്നത് ആദ്യം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ്. അത് 1 മാർക്കായിരിക്കും ഉണ്ടാവുക, 1 മാർക്കാണ് ഉണ്ടാവുക. അതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. നോട്ട് ദ പോയിന്റ്, 5 എണ്ണം തരും, 4 എണ്ണം എഴുതിയാൽ മതി. ഇവ 5 എണ്ണം കൊണ്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം എഴുതിയാൽ മതി, 4 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. ഇനി എന്താണ്, 6 മുതൽ 8 വരെയുള്ള ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക, അതിന് 2 മാർക്കാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു സമയം നമ്മൾ അല്ലെ എങ്ങനെ കണക്കാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സമാശ്വാസ സമയം ഉണ്ടല്ലോ. എന്താണ് ഈ സമാശ്വാസ സമയം എന്ന് പറയുന്നത്, നമ്മളുടെ കൂൾ ഓഫ് ടൈം അല്ലെ. കൂൾ ഓഫ് ടൈമിൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പരസ്പരം ആശ്വസിപ്പിക്കുക ചെയ്യുക അല്ലെ. 1 എനിക്കറിയാടാ, 2 നിനക്കറിയാടാ എന്നൊക്കെ ചോദിച്ച് പരസ്പരം ആശ്വസിപ്പിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പൊതുവെ ഈ സമാശ്വാസ സമയത്തെ നമ്മൾ കാണാറുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ അല്ലെ നമ്മളുടെ പബ്ലിക് എക്സാമിന് ഒരിക്കലും അല്ലെ നമ്മളുടെ കൂൾ ഓഫ് ടൈമിനെ വെറുതെ എന്ത് ചെയ്യരുത്, കൂളാക്കി കളയരുത് അല്ലെ. ഈ ഒരു കൂൾ ഓഫ് ടൈം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെ നല്ല മാറ്റത്തോടു കൂടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സമാശ്വാസ സമയം നമ്മൾ ഇതാക്കേണ്ടത്, എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യണടാ നമ്മൾ വായിച്ചു നോക്കണം അല്ലെ. അപ്പൊ ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ 1 മുതൽ 8 വരെയുള്ള അല്ലെങ്കിൽ 8 മാർക്കിന് വരുന്ന ആ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ആ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി വായിച്ചു നോക്കുക. അപ്പൊ തന്നെ അതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഉത്തരങ്ങളൊക്കെ ടപ്പേന്ന് നമ്മുടെ മനസ്സിൽ വരും അല്ലെ. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, എക്സ്ട്രാ ചോദ്യങ്ങൾ ഉണ്ടാവും, essay ചോദ്യങ്ങളൊക്കെ ഏത് എഴുതണം അല്ലെ, ഏത് ഒഴിവാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എഴുതാൻ പറ്റുന്നത് ഏത് essay ആണ്. ഇപ്പൊ ഷോർട്ട് essayയിലൊക്കെ 5 എണ്ണം ആയിരിക്കും എഴുതാനുണ്ടാവുക, അതിൽ 4 എണ്ണം അല്ലെ, 5 എണ്ണം ഏതൊക്കെയാണ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സമയമൊക്കെ എപ്പോഴാണ്, ഈ കൂൾ ഓഫ് ടൈം ആണ്. അത് ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, മനസ്സിലായോ കേട്ടോ. അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ആദ്യത്തെ നമ്മുടെ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ 8
എന്താണ് 8 വരെയുള്ള ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 10 മിനിറ്റ് സമയം. 10 മിനിറ്റ് വേണ്ട, നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിൽ അത് കൃത്യമായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് 10 മിനിറ്റും അധികമാണ് അല്ലെ. അത്രയും സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന 1 വേർഡ് അല്ലെങ്കിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ എഴുതി തീർക്കണം. മനസ്സിലായോ? അടുത്തത് എന്താണ്, 9 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളെ നമ്മൾ പേടിക്കണോ? നമ്മൾ പേടിക്കണ്ട. പക്ഷെ എന്ത് ചെയ്യണടാ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നേരിടണം അല്ലെ. അപ്പൊ എന്താണ്, 9 മുതൽ 19 വരെയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ എത്ര മാർക്കായി? 32 മാർക്കാണ്. 1ഉം 2ഉം അല്ല, ചില്ലറ മാർക്കിന്റെ അല്ല അല്ലെ. അപ്പൊ അത്രയും മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധയോടുകൂടെ നമ്മൾ നേരിടണം. ഓക്കെ, അപ്പൊ 4 മാർക്കിന് എത്ര എഴുതണം നമ്മള്? അരപ്പുറമാണ് എഴുതേണ്ടത്. 6 മാർക്കിനോ 1 പുറമാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് പലപ്പോഴും ഈ പുറം കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. പലപ്പോഴും പുറം കണക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് എത്ര പുറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഒരു പുറമൊക്കെ എടുത്ത് വന്നത് കേട്ടോ. ഇതാണ് ഒരു ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പുറം. ഓക്കെ, അപ്പൊ ഈ ഒരു പുറത്തിൽ എന്താണ്, നമ്മൾ അരപ്പുറം 4 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് എഴുതേണ്ടത് അല്ലെ. പകുതിയിൽ കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 1 പേജും 2 പേജൊന്നും എന്തിനു വേണ്ടി നമ്മൾ ഒഴിവാക്കിയിടരുത്, 4 മാർക്കിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയിടാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് വേറൊരു ചോദ്യം അല്ലെ, വേറൊരു 4 മാർക്കിന് എഴുതേണ്ട സമയമാണ് എന്ത് ചെയ്യുന്നത്, ഈ 4 മാർക്കിന് അല്ലെ നമ്മൾ 2 പേജ് എഴുതിയോണ്ട് എന്നാ പിന്നെ ആ കുട്ടി കുറെ എഴുതി അല്ലെ, 4 മാർക്കും കൂടെ ആ കുട്ടിക്ക് കൊടുക്കട്ടെ എന്നൊന്ന് വിചാരിക്കോ? ഇല്ല, നമ്മൾ എത്ര എഴുതി കഴിഞ്ഞാലും നമുക്ക് അതിന് 4 മാർക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തില് സമയം അല്ലെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെ, പറഞ്ഞതിന് അത്രയും മതി അല്ലെ. 1 or 2 പോയിന്റുകൾ കൂടി കഴിഞ്ഞാൽ 1 പേജൊക്കെ ആയാലും കുഴപ്പമില്ല, അത് നിങ്ങൾ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, 6 മാർക്കിന് എത്രയാണ്? 1 പുറമാണ്. അതിന് 1.5 പുറം ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടാൻ പാടില്ല. അതിൽ കുറഞ്ഞ പോയിന്റുകൾ തീരെ ഇല്ലാതായി പോകാനും പാടില്ല. പിന്നെ ഒരു പുറത്തിൽ നമ്മൾ വലിയതാക്കിയില്ലേ, ആനാതവള എന്നൊക്കെ ഇങ്ങനെ വലിയതാക്കി എഴുതിയിട്ട് അത് അരപ്പുറമായിട്ട് കണക്കാക്കില്ല. അരപ്പുറം എന്ന് പറയുന്നത് എന്താണ്, ഒരു മിനിമം 4 മാർക്കിന് ഒരു 12 പോയിന്റുകളെങ്കിലും എന്ത് ചെയ്യണം, ആ അരപ്പുറത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം അല്ലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയതാക്കിയിട്ട് അരപ്പുറം തയ്ക്കുക എന്നുള്ളതല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ മഹാന്മാർ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എനിക്കറിയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വൃത്തിയാണ്. നമ്മളിപ്പോ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അലമാര തുറക്കുകയാണ്, നല്ല വൃത്തിയിൽ ആ ഷെൽഫ് ഇങ്ങനെ അടുക്കി വെച്ച് കാണുമ്പോൾ അല്ലെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നില്ലേ. അതുപോലെ തന്നെയല്ലടാ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെ. അപ്പൊ വൃത്തിയുള്ള ഒരു പേപ്പർ മാർജിനൊക്കെ വരച്ച് അണ്ടർലൈനൊക്കെ കൊടുത്ത് ഇൻവേർട്ടഡ് കോമയൊക്കെ കൊടുത്ത് അല്ലെ, അങ്ങനെ ഭംഗിയിൽ എഴുതുന്ന ഒരു പേപ്പർ കാണുമ്പോ ഈ കുട്ടി കൊള്ളാലോ എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ആ നോക്കുന്ന ആളുടെ ഉള്ളിലുണ്ടാവും അല്ലെ. ആ സന്തോഷത്തോടു കൂടിയാണ് പിന്നെ അയാൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ചോദ്യമൊക്കെ വായിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ട്രിക്കുകളാണ്. നേരിച്ച് വൃത്തിയിൽ എഴുതിയാൽ 1 മാർക്ക് കൂടുതൽ തരുമൊന്നുമില്ല. ടീച്ചർ ഉദ്ദേശിച്ചത് അല്ലെ ആ നീറ്റും ആ വൃത്തിയൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി ചോദ്യത്തിന്റെ നമ്പറാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തിരക്കിലൊക്കെ എഴുതിയിട്ട് പടയെന്നൊക്കെ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ മാറിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം, അവസാന ഘട്ടം ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യണം. നമ്മൾ അവസാനം ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ പരീക്ഷ എഴുതി നിർത്തിയിട്ട് അല്ലെ ഒന്ന് നോക്കണം. നമ്മൾ 5 മിനിറ്റ് മുന്നേ നിർത്തിയില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എങ്കിലും മുമ്പ് നിർത്തി എന്ത് ചെയ്യണടാ, അതൊന്ന് നോക്കണം അല്ലെ. എസ് എഴുതി ശരിയല്ലേ, എസ് എഴുതി നമ്പർ ഓക്കെ അല്ലേ എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചോദ്യ നമ്പർ മാറുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അടുത്ത എന്താണ്, പാഠഭാഗത്തിന്റെ ആശയത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയാണ് അല്ലെ. പാഠഭാഗത്തെ കുറിച്ചുള്ള ധാരണ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാവ്യ സന്ദർഭമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും അല്ലെ. അപ്പൊ എന്താണ് പാഠം, ആരെഴുതി, പാഠഭാഗം മാത്രമല്ല പാഠഭാഗത്തിന്റെ പ്രവേശകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് 5 യൂണിറ്റ് ആണ് മലയാളം ഫസ്റ്റിലെങ്കിൽ 5 പ്രവേശകവും 5 ഓതറും ഉണ്ട്. അതായത് 10 അല്ലാതെ മറ്റ് 16 എന്താണ് എഴുത്തുകാരെയും അതേപോലെ തന്നെ എന്താണ് പ്രവേശകങ്ങളിലെ എഴുത്തുകാരെയും നമ്മൾ പഠിക്കണം. മലയാള സെക്കൻഡിലാണെങ്കിൽ 10 പാഠമാണ് അല്ലെ, 3 യൂണിറ്റുകളാണ്. അപ്പൊ ആ യൂണിറ്റുകളും പഠിക്കണം. അതേ 3 അല്ല അല്ലെ, 3 യൂണിറ്റുകളും പഠിക്കണം, എഴുത്തുകാരെയും പഠിക്കണം, പ്രവേശകവും ഒക്കെ പഠിക്കണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാഠം, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതിന്റെ സവിശേഷതകൾ, കാവ്യ പ്രത്യേകതകൾ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കൃത്യമായ ധാരണ. ടെൻഷൻ ആവുന്നുണ്ടോ? എന്തിനാ ടെൻഷൻ ആവുന്നത് അല്ലെ. പരീക്ഷ എഴുതുന്ന സമയം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ, മാരത്തോൺ ലൈവുകളും ബൂസ്റ്റർ ലൈവുകളും ഒക്കെ ആയിട്ട് എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ അതിന്റെ ടെൻഷൻ ഒന്നും മക്കൾക്ക് വേണ്ട. ഇനി ചോദ്യ മാതൃകകളും അവയുടെ ഘടനയുമാണ് നമ്മുടെ ഉപന്യാസം, മുഖപ്രസംഗം, പിന്നെന്താണ് ആമുഖപ്രസംഗം, ലഘുപ്രസംഗം, പിന്നെ പ്രഭാഷണം, ആസ്വാദനക്കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്, ഇങ്ങനെ പല ജാതി ചോദ്യ മാതൃകകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അവയുടെ ഘടന പഠിക്കാനുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിക്കും, ആര് പഠിപ്പിക്കും,
നമ്മൾ പഠിക്കും അല്ലെ, നമ്മൾ ഒന്നിച്ച് പഠിക്കും. അപ്പൊ അതിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ കൃത്യമായ രീതിയിൽ നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി കഴിയുമ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. പലപ്പോഴും മലയാളം ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം എഴുതാനുണ്ടാവും. പക്ഷെ എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എഴുതണം. ഈ കാട് കയറി നമ്മൾ പോകാൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പോയിന്റ് ഇല്ലാതാവുമ്പോൾ നമ്മൾ പതുക്കെ എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങ് പേജ് നിറയ്ക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇല്ല എന്ന് പറയരുത്. ഉണ്ട്, എനിക്കറിയാം അല്ലെ. ആരൊക്കെയോ ചിരിയൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള കുരുത്തക്കേടുകളും കുതന്ത്രങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അത് ദയവ് ചെയ്ത് നമ്മളുടെ പരീക്ഷയിൽ നമ്മൾ ചെയ്യരുത് അല്ലെ. എന്താണോ ചോദ്യം അങ്ങനെ ചെയ്യേണ്ടി വരില്ല. നമ്മൾ കൃത്യമായി എല്ലാം പഠിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ അത് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തായാലും എന്ത് ചെയ്യണം, അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണോ ചോദ്യം അതിനുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് എക്സ്ട്രാ ചോദ്യങ്ങൾ എഴുതി സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ എന്താണ് എസ്സേ, ഷോർട്ട് എസ്സേ ചോദ്യങ്ങളാണെങ്കിൽ 6 ചോദ്യം തന്നിട്ട് അതിൽ 5 എണ്ണം എഴുതാനാ പറയാ അല്ലെ. അപ്പൊ 6 എഴുതി നമ്മൾ സമയം കളയരുത്. കാരണം ഇപ്പുറത്ത് നമുക്ക് എസ്സേ എഴുതാനുണ്ട്, 6 മാർക്കിന്റെ എസ്സേ ഉണ്ട്. അപ്പൊ ഇവിടെ കൂടുതൽ സമയം എടുക്കുമ്പോൾ അപ്പുറത്ത് സമയം കുറയും അല്ലെ. അപ്പൊ ഒരു ചോദ്യമാണ് നമുക്ക് എഴുതാൻ മിസ്സായി പോകും. അതുകൊണ്ട് ഒരിക്കലും എക്സ്ട്രാ ചോദ്യങ്ങൾ എഴുതി സമയം നഷ്ടപ്പെടുത്തരുത്. ഇനി എല്ലാ ചോദ്യവും കൃത്യമായി പറഞ്ഞിരിക്കും. ഇപ്പൊ 5-ൽ 4 എഴുതി, എസ്സേയിൽ 3-ൽ 2 എഴുതി, എല്ലാം എഴുതി നമുക്ക് സെറ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. അവസാനം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ പരീക്ഷ എഴുതി കഴിയുകയാണെങ്കിൽ ബാക്കി സമയത്ത് നിങ്ങൾ എഴുതിക്കോ. അല്ലാതെ നമ്മൾ ഇത് എഴുതിയോണ്ട് നമുക്ക് മാർക്കൊന്നും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല അല്ലെ. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ സമയം കളയണേ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എന്താണ്, ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഇനിയിപ്പോ അല്ലെ ടെൻഷൻ ആവുന്നു, ഇനിയിപ്പോ പഠിച്ചാൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് എന്താണ്, വലിയൊരു ആശങ്ക ആയിരിക്കും അല്ലെ. അപ്പൊ ഇനിയും പഠിച്ചാൽ മതിയടാ, ഇനിയും പഠിച്ചാൽ മതി കേട്ടോ, ഇനിയും സമയമുണ്ട് അല്ലെ. കാരണം എന്താണ്, കൂടെ സൈലമുണ്ട് അല്ലെ. ഞങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും എന്താണ് നിങ്ങളുടെ കൂടെ. ഇപ്പൊ മലയാളത്തിന്റെ കാര്യമാണ് ടീച്ചർ പറഞ്ഞത്, മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും മക്കളുടെ കൂടെ സൈലം ഉണ്ട് അല്ലെ. മാരത്തോൺ ലൈവുകളും ബൂസ്റ്റർ ലൈവുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ എല്ലാ വിഷയത്തിലും സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അല്ലെ പരീക്ഷ എഴുതാൻ വിടുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരും പേടിക്കണ്ട. നമുക്ക് പരീക്ഷയ്ക്ക് ഉഷാറാവണം. എല്ലാവർക്കും അല്ലെ നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ SSLC എക്സാമിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.